മുട്ടിലിഴയാതെ ശിരസ് കുനിയാതെ നട്ടല് വളയാതെ നിൽക്കുന്നവരുണ്ടോ? അവരുണ്ടെങ്കിൽ അവർക്ക് ഹൃദയം പകുത്തു നൽകുമാറ് ഈ നാട് സ്വീകരണം നൽകുമെന്നുള്ളതിന്റെ പ്രതീകമാണ്, പരിച്ഛേദമാണ് ഇവിടെ ഒത്തുചേരുന്ന ഈ മഹാജനസംഖ്യ. സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കേരളം സാക്ഷ്യം വഹിച്ചു. പ്രാദേശിക ഗവൺമെന്റുകൾ, ഭരണസമിതികൾ കേരളത്തിൽ എല്ലായിടങ്ങളിലും അധികാരത്തിൽ വന്നു. 972 ഗ്രാമപഞ്ചായത്തുകൾ, 86 നഗരസഭകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 6 കോർപ്പറേഷനുകൾ, ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതാണ് കേരളത്തിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ഭൂപടം. നിങ്ങൾ അതിൽ പരിശോധിക്കുക. ഇന്ത്യൻ വർഗീയതയുടെ പ്രതീകമായ സംഘപരിവാരം, അവരെ പിന്തുണയ്ക്കുന്ന മറ്റു ചെറുചില വർഗീയ സംഘടനകൾ വേറെ. ഇവർക്ക് അഭിമാനകരവും ആശ്വാസികരവുമായ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണോ കേരളത്തിൽ എവിടെയും ഉണ്ടായിട്ടുള്ളത്? അല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതിന് അപവാദമായ 1 or 2 കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതിലൊതുങ്ങും, വിരലിലെണ്ണാവുന്നവയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 2020 സംഘപരിവാർ രാഷ്ട്രീയത്തിന് താൽക്കാലിക മേൽവിലാസം ലഭിച്ച നഗരസഭകൾ, ഗ്രാമപഞ്ചായത്തുകൾ ഏതും നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ശബരിമലയിലേക്കുള്ള യാത്ര പുറപ്പെടുന്നതിൽ നിർണായക ഇടമാണ് പന്തളം എന്ന് പറയുന്നത്. പന്തളം നഗരസഭ 2020 വീശിയടിച്ച ഇടതുപക്ഷ തരംഗത്തിനിടയിലും സംഘപരിവാരത്തിന് വിജയിക്കാൻ കഴിഞ്ഞ ഒരു നഗരസഭയായിരുന്നു. അതിനോട് ചേർന്നു കിടക്കുന്ന ഗ്രാമപഞ്ചായത്താണ് കുളനട ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യൻ RSSന്റെ ചരിത്രത്തിൽ കേരളത്തിൽ തന്നെ ആദ്യത്തെ ശാഖകളിൽ ഒന്ന് രൂപീകരിക്കപ്പെട്ട ചരിത്രം പറയാനുണ്ട്. പന്തളത്തോട് അതിരു പങ്കിടുന്ന കുളനടയ്ക്ക്. കുളനട ഗ്രാമപഞ്ചായത്തും സംഘപരിവാർ രാഷ്ട്രീയത്താൽ നയിക്കപ്പെടുന്നതായിരുന്നു. അങ്ങനെ തുടങ്ങി പന്തളവും കുളനടയും പാലക്കാട് നഗരസഭയും തുടങ്ങി ചെറുതും വലുതുമായ മുത്തോലിയും അതേപോലെ പള്ളിക്കത്തോടും ഒക്കെ ഉൾക്കൊള്ളുന്ന ഏതു ഗ്രാമപഞ്ചായത്തുകൾ, നഗരസഭകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കാം. 2025 തെരഞ്ഞെടുപ്പിൽ അവിടെയൊക്കെ വർഗീയതയ്ക്ക് കാലിടറി മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിലെ ജനങ്ങൾ ഹൃദയം പകുത്തു നൽകുമാറ് സ്നേഹവായ്പോടുകൂടെ സ്വീകരിക്കാൻ തയ്യാറായി. അതിനാകെ അപവാദമായ ഒരു ഇടമെന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമാണ്. ഞാൻ സന്ദർഭവശാൽ ഇത് ആമുഖമായി തന്നെ മറ്റത്തോരിൽ സൂചിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? വർഗീയത നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് അവർക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു എന്ന പ്രതീതി നിർമ്മാണമാണ്. പക്ഷേ അത് പ്രതീതിയിൽ മാത്രമാണ്. RSSന് മേൽക്കോയ്മയുണ്ടായ താൽക്കാലിക വിജയമെങ്കിലും ലഭിച്ച പലയിടങ്ങളിലും അവർക്ക് കാലിടറി. കേരളത്തിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് RSS ആട്ടിയോടിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് കൂടെയാണ് നമുക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നത്. എന്തിനധികം പറയുന്നു, ഈ മറ്റത്തൂർ ഉൾക്കൊള്ളുന്ന തൃശൂർ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? ഏറ്റവും ഒടുവിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നീണ്ട വർഷങ്ങൾക്ക് പുറകിലായിരുന്നില്ല, 2024 2024 ഇന്ത്യൻ മതനിരപേക്ഷത കേരളത്തെ നോക്കി അല്പമെങ്കിലും നിരാശജനകമായി ശിരസ് കുനിച്ചത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനവിധി ഉയർന്നു വന്നപ്പോഴാണ്. അതൊരു താൽക്കാലിക പ്രതിഭാസമാണോ? ഞാനതിൽ ഏകപക്ഷീയമായ ഒരു വിധി എഴുതുന്ന ആളല്ല. പക്ഷെ ഇത്തവണത്തെ മറ്റത്തൂർ ഉൾക്കൊള്ളുന്ന തൃശൂർ ജില്ലയുടെയും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെയും ആകെ ജനവിധി പരിശോധിക്കുമ്പോൾ എന്താണ് കാണുന്നത്? UDFന് തരംഗമെന്ന മലയാള മനോരമ ആദ്യ ദിവസം വാർത്ത എഴുതി. 2 ദിവസങ്ങൾക്കകം ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ ഇവർ വോട്ട് തിരിച്ചുള്ള കണക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ടു. സാധാരണഗതിയിൽ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ മാനകമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് വിശാരദന്മാരാൽ വിലയിരുത്തപ്പെടുന്നത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിധിയാണ്. അത് പരിശോധിക്കുമ്പോഴോ അങ്ങനെയൊരു മേൽക്കോയ്മ കേരളത്തിൽ ആർക്കും അവകാശപ്പെടാനില്ല. ഇടതുപക്ഷത്തിന് 7 ജില്ലാ പഞ്ചായത്ത്, ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്ക്, ഇടതുപക്ഷ വിരുദ്ധ ദുഷ്ടമഹാസഖ്യത്തിന് 7 ജില്ലാ പഞ്ചായത്ത്. ഞാൻ UDF എന്ന് പേരെടുത്ത് പറയാതിരിക്കാൻ കാരണമുണ്ട്. ഈ തൃശൂർ ജില്ലയിൽ മാത്രം മറ്റത്തൂരിന് ഇപ്പോൾ RSSമായി കൈകോർത്തിരിക്കുന്നു കോൺഗ്രസ്. കോൺഗ്രസ് ഇല്ലാതായി എന്നുള്ളതാണ് കാണേണ്ട യാഥാർത്ഥ്യം. മറ്റത്തൂരിലെ കോൺഗ്രസ് ഒന്നടങ്കം തെരഞ്ഞെടുപ്പ് വിധി പ്രഖ്യാപനാനന്തരം ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ 1 മണിക്കൂർ ഇരുട്ടി വെളുക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട കൈപ്പത്തി ചിഹ്നത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും RSS ആയി മാറി.
ഈ പ്രതിഭാസമാണ് മറ്റത്തൂർ വഴി കേരളം സാക്ഷ്യം വഹിച്ചത്. ഈ തൃശൂർ ജില്ലയിൽ തന്നെ പറളിയിൽ RSSന്റെ പിന്തുണയോടുകൂടെ കോൺഗ്രസ് അധികാരത്തിലേറി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മറ്റത്തൂരിലും പറളയിലുമൊക്കെ RSS ആണ് കോൺഗ്രസിനെ സഹായിച്ചതെങ്കിൽ ലക്ഷണമൊത്ത ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പ്രതീകമായ SDPI ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ ധാരണയിലെത്തി. മറ്റത്തൂർ RSS, ചൊവ്വന്നൂർ SDPI, കുമരകത്ത് RSS, ഇങ്ങനെ നീണ്ടുപോകുകയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ വർഗീയ രാഷ്ട്രീയവുമായിട്ടുള്ള പരസ്യ ബാന്ധവം. ഇതിന്റെ നമ്മുടെ നാട്ടിലുള്ള പ്രത്യേകത എന്താണ്? അതുകൊണ്ടാണ് സൂചിപ്പിക്കേണ്ടതായി വന്നത്. ഇത് UDF നേടിയ വിജയമല്ല. 14 ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷം നേടിയപ്പോൾ അതിൽ 7 UDF നേടിയതല്ല. അതിൽ SDPI ഒരു വശത്തുണ്ട്, RSS മറുവശത്തുണ്ട്. ബൈബിൾ പറയുന്നൊരു ഉപമയിൽ നമ്മുടെ ഓർമ്മയിലുണ്ട്. ക്രിസ്തുവിന്റെ ഇടവും വലവും ഉണ്ടായിരുന്നത് 2 കള്ളന്മാരായിരുന്നു. അങ്ങനെ ലക്ഷണമൊത്ത വർഗീയവാദികളായിട്ടുള്ള 2 കള്ളന്മാരെ ഇടവും വലവും നിർത്തിയിട്ടാണ് UDF താൽക്കാലികമായെങ്കിലും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയത്. പിന്നീട് മാതൃഭൂമി ദിനപത്രം ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ കണക്ക് പരിശോധിച്ചപ്പോഴോ 68 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം, 71 മണ്ഡലങ്ങളിൽ UDFന് ഭൂരിപക്ഷം. അതിൽ തന്നെ 300, 600, 700 ഒക്കെ വോട്ടിന് UDF വിജയിച്ചത് 10-ലധികം വരുന്ന മണ്ഡലങ്ങളാണ്. ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരു അവകാശവാദത്തിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് ഈ കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷവും ഇടതുപക്ഷ വിരുദ്ധ ദുഷ്ടമഹാസഖ്യവും. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് വിജയാനന്തരമാണ് മറ്റത്തൂർ ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ പ്രാദേശിക ഗവൺമെന്റുകളിലേക്കും ഇത്തരത്തിൽ ഭരണസമിതി തെരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങുമ്പോഴോ ഇന്നയോളം കേരളം കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ അശ്ലീലതയ്ക്ക് മറ്റത്തൂരും ചൊവ്വന്നൂരും പറളിയിലും കുമരകത്തും ഒക്കെ കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. സാധാരണഗതിയിൽ കോൺഗ്രസിനെ ഇടതുപക്ഷത്തെയൊക്കെ നമ്മുടെ നാട്ടിൽ മതനിരപേക്ഷവാദികൾ വോട്ട് ചെയ്യാറുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ വിശാലമായ അർത്ഥം വർഗീയതയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ മറ്റത്തൂരിന്റെ മണ്ണിലാണ് നമ്മൾ ഒത്തുചേരുന്നത്. മലയാളത്തിന്റെ ആദരണീയനായ കഥാകാരൻ ചെറുകാട് അദ്ദേഹത്തിന്റെ ആത്മകഥാസ്വഭാവമുള്ള പുസ്തകത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്. ഞാൻ എന്റെ മുരിങ്ങാമരച്ചോട്ടിലിരുന്നിട്ടാണ് നക്ഷത്രങ്ങളെ കാണാറുള്ളത്. നിങ്ങൾ മറ്റത്തൂരിലെ പദവിയോ സംഘടനാ നേതൃപദവിയോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ കോൺഗ്രസ്സുകാരനാണെന്ന് കാണുക. വലിയ പ്രവർത്തകരൊന്നുമല്ല. പക്ഷെ തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്ന ഒരാൾ അങ്ങനെയാണെന്ന് കാണുക. അങ്ങനെയുള്ള ആളുകൾ തീരെ ദൗർബല്യമുള്ള സ്ഥലമല്ല മറ്റത്തൂർ. അവരുടെ മുമ്പിൽ ഇന്ന് മറ്റത്തൂർ തെളിയിച്ചു വെക്കുന്നത് എന്താണ്? നിങ്ങൾ ചിലപ്പോൾ വർഗീയതയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടെ ആയിരിക്കാം കൈപ്പത്തിക്കും മറ്റു രാഷ്ട്രീയത്തിനുമൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവുക. അവരുടെ മുമ്പിൽ ഇന്നും മറ്റത്തൂർ വഴി കേരളത്തിലെ കോൺഗ്രസ് സാംശീകരിക്കുന്ന രാഷ്ട്രീയ പാഠം എന്താണ്? മറ്റത്തൂരിലും തൃശ്ശൂരിലും കേരളത്തിലും നിങ്ങൾക്ക് RSSന് നേരിട്ട് വോട്ട് ചെയ്യേണ്ടതില്ല. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് കൈപ്പത്തി അടയാളത്തിലാകട്ടെ. നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് തേടിയ മറ്റത്തൂരിലെ ഒരു കോൺഗ്രസ്സുകാരനാവട്ടെ. അങ്ങനെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്താലും ആ കൈപ്പത്തിക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കോൺഗ്രസ്സുകാരനെ വിജയിപ്പിച്ചാലും RSS തോൽക്കില്ല എന്നുള്ളത് ഇന്ന് ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയ സംഘമായി മറ്റത്തൂരിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാർ ആരായി? നിങ്ങൾ പരിശോധിക്കുക. എന്റെ ഓർമ്മ ശരിയെങ്കിൽ 8 മെമ്പർമാരാണ്. UDFന് 8 മെമ്പർമാരാണുള്ളത്. ഇടതുപക്ഷത്തിന് 10, NDAക്ക് 4, 2 UDF വിമതരായി മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വേറെ. അങ്ങനെയാണ് 24. മറ്റത്തൂരിലും കേരളത്തിലെവിടെയും സ്വാഭാവികമായ കണക്കെടുപ്പിൽ, ഉത്തരേന്ത്യയിലെ കണക്കെടുപ്പിലല്ല കേട്ടോ, ഉത്തരേന്ത്യയിലെ കണക്കെടുപ്പിൽ ഉത്തരേന്ത്യ ഒരു മറ്റത്തൂരാണ്. അതായത് കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് കോൺഗ്രസ് ആയി വിജയിച്ചാലും അയാൾ കോൺഗ്രസ് ആയിരിക്കണമെന്നില്ല. ഭരണത്തിലേറുക BJP ആയിരിക്കും. മഹാരാഷ്ട്രയിൽ നമ്മൾ കാണുന്നു, ഗോവയിൽ നമ്മൾ കാണുന്നു, അരുണാചലിൽ നമ്മൾ കാണുന്നു. മഹാരാഷ്ട്രയിലും ഗോവയിലും ഒക്കെ പ്രത്യേകത എന്താണ്?
പത്രം വായനയിൽ അസാധാരണ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത നമ്മുടെ ആളുകളുടെ മനസ്സിലുണ്ടാകും. ഗോവയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ RSSനെ പരാജയപ്പെടുത്താൻ, ഗോവ നമുക്കറിയാം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ണുകൂടെയാണ് ഗോവ. ആ ഗോവയിൽ എന്ത് ചെയ്തു? ഇനി RSS അധികാരത്തിലേറരുത്, ഇനി വർഗീയത ഗോവയെ വിഴുങ്ങരുത്. അപ്പോൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് RSSനെ പരാജയപ്പെടുത്താൻ ആർക്കു കഴിയും? ആ അന്വേഷണത്തിന്റെ ഭാഗമായി കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ ഗോവയിൽ നല്ലൊരു ഭാഗം തീരുമാനിച്ചു. അപ്പോഴോ അതിന് തൊട്ടു മുമ്പ് തെരഞ്ഞെടുപ്പിലും 6 പേർ കൈപ്പത്തിയിൽ ജയിച്ചപ്പോഴോ ആ 6 പേരിൽ 5 പേരും തെരഞ്ഞെടുപ്പാണ്. എങ്ങനെ ഇവരെ വിശ്വസിക്കും? കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് ഇവരെയൊക്കെ വിജയിപ്പിച്ചാൽ RSSന്റെ ആഫീസിൽ നിന്ന് കൊടുക്കുന്ന പണവും പദവിയും വാങ്ങി നക്കിയിട്ട് ഞങ്ങളുടെ മറ്റത്തൂരിനെ ഒറ്റുകൊടുക്കില്ല എന്ന് ആര് കണ്ടു? ഈ സംശയം ഗോവയിലുണ്ടായിരുന്നു. അപ്പോൾ ആദരണീയനായ നമ്മുടെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം വയനാട് ലോകസഭാ മെമ്പറായിരുന്നു അല്പനാളുകൾക്ക് മുമ്പ് വരെ. ഇപ്പോ ഇന്ത്യയിലില്ല, ജർമ്മനിയിലോ മറ്റോ ആണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഗാന്ധിയും തൊഴിലുറപ്പും നിരോധിക്കാൻ RSS തീരുമാനിക്കുമ്പോൾ വയനാട്ടെ മുൻ പാർലമെന്റ് അംഗമായ കോൺഗ്രസ് നേതാവ് ജർമ്മനിയിൽ BMW ബൈക്കിന് മൂടുന്നിരിക്കുന്ന ചിത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചത്. അത് മറ്റൊരു കാര്യം. ജനങ്ങൾ വിലയിരുത്തട്ടെ ആരെയാണ് നാടിന് ആവശ്യമെന്നുള്ളത്. ഞാനതിവിടെ സൂചിപ്പിക്കാൻ കാരണം, ഇതേ മറ്റത്തൂർ ഇപ്പൊ ചിന്തിക്കുന്ന പ്രശ്നം 8 വർഷങ്ങൾക്ക് പുറകിൽ ഗോവയ്ക്ക് മുമ്പിൽ വന്നു. ഇനി ഞങ്ങൾ എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കും? ഇവനൊക്കെ വോട്ട് ചെയ്താൽ RSSന്റെ ആഫീസിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തൊട്ടും വാങ്ങി പദവിയുടെ ഒത്താശയും സ്വീകരിച്ച് RSSന്റെ ആഫീസിൽ പോയി ഇരിക്കില്ല എന്ന് ആര് കണ്ടു? അപ്പോ ആദരണീയനായ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? അദ്ദേഹം ആദ്യം പനാജിയിലെ വൈഷ്ണവ ക്ഷേത്രത്തിലേക്ക് പോയി കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിളിച്ചു. ഇവിടെ വരാൻ പറഞ്ഞു. എല്ലാ സ്ഥാനാർത്ഥികളും ചെന്നു. വൈഷ്ണവ ക്ഷേത്രത്തിൽ ഭഗവാന്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും സത്യം ചെയ്തു. എന്താ സത്യം ചെയ്തത്? നമ്മളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇവിടെ ഇരിക്കുന്നു നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരൊക്കെ, ഇവരും സത്യപ്രതിജ്ഞ ചെയ്താണ് അധികാരമേറ്റത്. എന്താ സത്യപ്രതിജ്ഞ? ആ സത്യപ്രതിജ്ഞ അഴിമതി കാണിക്കില്ല, പക്ഷപാതിത്വം ഉണ്ടാകില്ല, അങ്ങനെയൊക്കെയാണ് ദൃഢപ്രതിജ്ഞ ചെയ്തിട്ടാണ് അധികാരത്തിലേറാറുള്ളത് ഇടതുപക്ഷത്തിന്റെ അംഗങ്ങൾ. ഈ സത്യപ്രതിജ്ഞ എന്താണ്? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് കാശ് കക്കില്ല എന്നുള്ള പ്രതിജ്ഞയല്ല, പക്ഷപാതിത്വം കാണിക്കില്ല എന്നുള്ള പ്രതിജ്ഞയല്ല. വൈഷ്ണവ ക്ഷേത്രത്തിൽ ഭഗവാന്റെ സ്വരൂപത്തിന് മുമ്പിൽ വന്ന് ആദരണീയനായ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാ കോൺഗ്രസ് നിയമസഭാ സ്ഥാനാർത്ഥികളും സത്യം ചെയ്തത്, ഞങ്ങൾ ജയിച്ചാൽ അമ്മയാണ്, ഭഗവാനാണ്, RSSൽ പോവില്ല, ഇത് സത്യം സത്യം സത്യം. ഇതായിരുന്നു ആ സത്യപ്രതിജ്ഞ. അപ്പം നിങ്ങൾ കരുതും അത് ക്ഷേത്രത്തിൽ മാത്രമാണ്. അല്ല, അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പോയി പള്ളിയിൽ ചെന്നപ്പോഴോ ഈ കോൺഗ്രസ് നേതാവ് ബൈബിൾ എടുത്ത് എല്ലാ സ്ഥാനാർത്ഥികളുടെയും കയ്യിൽ കൊടുത്തു. ഇവിടെയും പ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴെന്താണ്? എല്ലാ സ്ഥാനാർത്ഥികളും കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ബൈബിൾ കൈ 12 ദിവസങ്ങൾക്കകം ഈ തെരഞ്ഞെടുക്കപ്പെട്ട RSS ആയി മാമോദീസ മുങ്ങിയ അഭിനവ RSS നേതാക്കന്മാർ, പൂർവാശ്രമത്തിൽ കോൺഗ്രസ് ആയിരുന്നവർ, അങ്ങനെ വേണമല്ലോ പറയാൻ. ഇപ്പൊ സന്യാസിയാകുന്നതിന് മുമ്പ് നമുക്കൊക്കെയുള്ള സാധാരണ പേരാണ്. സന്യാസിയായി കഴിഞ്ഞാലോ സ്വാമി യാദുരദാസ്, സ്വാമി സുഭാകാനന്ദ, അങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. അപ്പൊ നമ്മൾ പറയും പൂർവാശ്രമത്തിൽ ഈ പേരുകാരനായിരുന്നു ഇയാളെന്ന് പറയും. ഇപ്പോഴത്തെ മറ്റത്തൂരെ കോൺഗ്രസ് RSS ആയി മാറിയിട്ടുണ്ട്. അപ്പോ അവർ പഴയ കോൺഗ്രസ് ആണോ? അവർ പൂർവാശ്രമത്തിലെ കോൺഗ്രസ്സുകാരാണ്. ഈ പൂർവാശ്രമത്തിലെ കോൺഗ്രസ്സുകാർ രാജിവെച്ചാൽ ഈ മറ്റത്തൂരിൽ ആ രാജിവെക്കുന്ന എല്ലാ വാർഡുകളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോഴോ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഗോവ മാതൃക ഇവർ മറ്റത്തൂരിൽ സ്വീകരിച്ചു കഴിയില്ല. പള്ളിയിലും അമ്പലത്തിലും മോസ്കിലും വന്ന് ഞങ്ങൾ ജയിച്ചാൽ കാശ് കക്കൂല്ല, അല്ലെങ്കിൽ പക്ഷപാതിത്വം കാണിക്കില്ല എന്നല്ല. മറ്റത്തൂരിൽ ഈ കൈപ്പത്തിയിൽ ഞങ്ങൾ ജയിച്ചാൽ RSS ആകില്ല, ഈ വാഗ്ദാനമായിട്ടായിരിക്കും ഈ സംഘം വരുന്നത്. അവരുടെ മുമ്പിൽ ഗോവ ഒരു പാഠപുസ്തകമാണ്. എപ്പോൾ അധികാരം കിട്ടിയോ, എപ്പോൾ നാണയത്തൊട്ടുകൾ എറിഞ്ഞു ലഭിക്കുന്നോ, എപ്പോൾ പദവി ആസൂത്രിതമായി അവതരിപ്പിക്കപ്പെടുന്നോ, അപ്പോഴൊക്കെ വർഗീയതയുമായി കൈകോർക്കാൻ മടിയില്ലാത്ത സംഘമാണ് ഇവരെന്ന് നമ്മൾ മറക്കാൻ പാടില്ല. ഇത് ഇവിടുത്തെ മാത്രം അനുഭവമല്ല, എവിടെയും നിങ്ങൾ പരിശോധിക്കുക. അപ്പോഴോ ഏതു സ്ഥലത്തും
ഈ സംഘത്തെയാകെ ന്യായീകരിക്കാൻ വരുന്നത് DCC പ്രസിഡന്റോ ഇവിടുത്തെ മണ്ഡലം നേതാവ് മാത്രമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നു, ഈ മറ്റത്തൂരെ കോൺഗ്രസ് ആകെ RSS ആയല്ലോ, അദ്ദേഹം എന്താ പറയുന്നത്? ഒരൊറ്റയാളും പോയിട്ടില്ല. ആരെങ്കിലും ഉണ്ടോ മറ്റത്തൂരെ കോൺഗ്രസിന്റെ ആഫീസ്? ഇവിടെ കോൺഗ്രസിന് ആഫീസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒടുവിൽ പോകുന്നവൻ താഴെ അടുത്തുള്ള കടയിൽ ഏൽപ്പിച്ചിട്ട് പോകണമെന്ന് പോസ്റ്റർ എഴുതി വെക്കണം. മറ്റത്തൂർ ഇനി കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. കാരണം എന്താണ്? പദവിയും പണവും വെച്ച് നീട്ടിയാൽ ഏത് വർഗീയവാദിയോടും ഒപ്പം പോകാൻ മടി ഏതുമില്ല ലെവലേസം എന്ന് തെളിയിച്ചിരിക്കുന്നു മറ്റത്തൂരിലെ കേരളത്തിലെ കോൺഗ്രസ്. അവരെ ന്യായീകരിക്കാനോ അതിനെ തള്ളിക്കളയാൻ തയ്യാറാകാതെ ആ രാഷ്ട്രീയ അശ്ലീലതയെ, ആ നിലവാരമില്ലായ്മയെ, ആ നിലപാടില്ലായ്മയെ വർഗീയത എന്ന് കേൾക്കുമ്പോൾ മുട്ടിലിഴയുകയും ശിരസ് കുനിയുകയും നട്ടല് വളയ്ക്കുകയും ചെയ്യുന്ന കേരളത്തിലെ മറ്റത്തൂരിലെ കോൺഗ്രസിന്റെ അനുഭവങ്ങളെ തള്ളിക്കളയാൻ എന്റെ ഇവർ തയ്യാറാകുന്നില്ല. അവിടെയാണ് നമ്മുടെ പ്രത്യേകത, അവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി, അല്ലേ? ഇപ്പൊ ചോദിക്കാറുണ്ട്, അവസാനിപ്പിക്കാം, നിങ്ങൾക്ക് പാർലമെന്റിലൊക്കെ നമ്മൾ പരാജയപ്പെട്ടു, നിങ്ങൾക്ക് എന്താ പ്രസക്തി? നിങ്ങൾ നമ്മുടെ കോൺഗ്രസിന്റെ ലീഗിന്റെയൊക്കെ രാഷ്ട്രീയ അന്ധത ബാധിച്ച ആളുകൾ പറയും, നമുക്ക് എത്ര ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ട് പോകാൻ കഴിയുന്ന അംഗങ്ങളല്ലേ ഉള്ളൂ എവിടെ പാർലമെന്റിൽ. നിങ്ങൾക്കെന്താ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തി, അല്ലേ? തെരഞ്ഞെടുപ്പിന്റെ വിജയപരാജയങ്ങളെ വെച്ചിട്ടാണോ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി അളക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്താണ്? സാധാരണഗതിയിൽ ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അങ്ങനെ ആയിരിക്കാം. തോറ്റുപോകുമ്പോൾ ഉയർത്തിപ്പിടിച്ചിരുന്ന പതാക നാലായി മടക്കി ആഫീസിൽ കൊണ്ടുവച്ച് ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പദവിയും പണവും കിട്ടുന്ന മറ്റു സംഘത്തിലേക്ക് പോവുക. നിങ്ങൾ ഇടതുപക്ഷക്കാരെ അങ്ങനെ വിലയിരുത്താമോ? കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഇടതുപക്ഷക്കാർക്ക് രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയവും എന്താണ്? ആത്മാഭിമാനത്തോടുകൂടെ പറയാം, നമുക്ക് 48 മണിക്കൂറുകൾക്ക് പിറകിലാണ്. ഇവിടെ നേരെ അകലെയല്ല കർണാടക, കേരളവുമായി അതിർത്തി പങ്കിടുന്ന നാട്. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് 32 മിനിറ്റ് യാത്ര ചെയ്താൽ എത്താൻ കഴിയുന്ന പ്രദേശമാണ് യലഹങ്കി. ആ യലഹങ്കിയിലെ ഫക്കീർ കോളനി, അവിടുത്തെ വസീം ലേഔട്ട്. എന്താണ് ഫക്കീർ കോളനി? ഫക്കീർ കോളനി അർദ്ധനഗ്നനായ ഫക്കീർ മഹാത്മാഗാന്ധി ഓർമ്മിപ്പിക്കുന്ന പേരാണ്. ദരിദ്രന്മാരുടെ നാട്, ദരിദ്രന്മാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം, അതാണ് ഫക്കീർ കോളനി. അവിടെ 180 വീടുകൾ, 3000-ഓളം വരുന്ന നിസ്വരായ മനുഷ്യർ. അവരുടെ മതവും ജാതിയും ഏതുമാവട്ടെ, അതിൽ മഹാഭൂരിപക്ഷവും മുസൽമാന്മാരാണ്, ബാക്കി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ്. മതവിശ്വാസം ഏതുമാവട്ടെ, പക്ഷേ ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസത്തിന്റെ പേരിൽ ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെട്ടാലോ അക്രമം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഹിന്ദുവോ മുസൽമാനോ ക്രൈസ്തവനോ ആരുമാവട്ടെ, അയാൾ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് നമ്മളെല്ലാവരും സ്വീകരിക്കുന്ന നിലപാടല്ലേ? അവിടെ കണ്ട കാഴ്ച എന്താണ്? കർണാടകയെ നോക്കി പഠിക്ക് വിജയ എന്നാണ് മറ്റത്തൂരിലും തൃശ്ശൂരും കേരളത്തിലും കോൺഗ്രസും ലീഗും പറയാറുള്ളത്. ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോഴോ ഫക്കീർ കോളനിയിലെയും വസീം ലേഔട്ടിലെയും 3000-ലധികം വരുന്ന മനുഷ്യന്മാർ, അവരുടെ കിണപ്പറകളും കക്കൂസും ഒന്നുമില്ല, കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ നാമാവിശേഷമായി മാറി, തകർന്ന് തരിപ്പണമായി. RSSന്റെ ബുൾഡോസർ രാജ് കോൺഗ്രസ് കർണാടകയിൽ പുറത്തെടുത്തു. 2 ദിവസങ്ങൾക്ക് പുറകെ കാണേണ്ടതെന്താ? ഇവിടെ ഇലക്ഷന് കർണാടക നിയമസഭയിൽ അഭിമാനത്തോടുകൂടെ അവതരിപ്പിച്ച കർണാടകയിലെ DK ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെയും ജി പരമേശ്വരന്റെയും നേതൃത്വത്തിൽ തകർത്ത് തരിപ്പണമാക്കി. ആ തകർത്ത് തരിപ്പണമാക്കിയ മണ്ണിലേക്ക് ആദ്യം പോയ മനുഷ്യൻ ആരാണ്? നിങ്ങൾ കണ്ടോ? കേരളത്തില് തൃശ്ശൂര് ഉൾപ്പെടെ കേരളത്തിൽ 19 മണ്ഡലങ്ങളിലും വിജയിച്ചത് ഇടതുപക്ഷ വിരുദ്ധരാണ്. തൃശ്ശൂരിൽ RSS വിജയിച്ചു, മറ്റിടങ്ങളിൽ കോൺഗ്രസും ലീഗും വിജയിച്ചു, ഇല്ലേ? എല്ലാവരും മിടുമിടുക്കന്മാരാണ്, പ്രഗത്ഭമതികളാണ്. പറയുമ്പോ എല്ലാം പറയണല്ലോ. ഇപ്പോ നമ്മളെ കുറിച്ച് പറയുന്നതാണ്, ഇംഗ്ലീഷ് പറയാൻ അത്ര പോരാ, അല്ലേ? ഇടതുപക്ഷത്തെ കുറിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ പിന്നിലായിരിക്കും. പക്ഷെ UDFന്റെ 19 പേരിൽ എന്താ പ്രത്യേകത? ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കാൻ പോകുന്ന തിരുവനന്തപുരം MP ഉണ്ട് ഈ 19-ൽ. നല്ല മണിയായി ഇംഗ്ലീഷ് പറയും. ഇപ്പൊ പറയുന്ന ഇംഗ്ലീഷ് എന്താ? ഇപ്പൊ പറയുന്ന ഇംഗ്ലീഷ് മറ്റത്തൂരിൽ RSS ആയി മാറിയ പൂർവാശ്രമ കോൺഗ്രസുകാർക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷാണ്. കാരണം എന്താണ്? ഇപ്പൊ തിരുവനന്തപുരം MP ശശി തരൂരിന്റെ ഇഷ്ടപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി അല്ല, അത് നരേന്ദ്രമോദിയാണ്. അയാൾക്ക് ഇഷ്ടമുള്ള സംഘം കോൺഗ്രസ് അല്ല, RSS ആണ്. അത് അയാളുടെ മാത്രമാണോ? നമ്മുടെ കണ്ണൂർ MP, ഇതൊക്കെ ഈ 19 കേട്ടോ, ഞാൻ കേരളത്തിന് പുറത്തേക്കൊന്നും പോകുന്നില്ല. കണ്ണൂർ MP എന്താ പറഞ്ഞത്?
CPM-കാർ ശാഖ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ നമ്മൾ കരുതി ഇദ്ദേഹം വേറെന്തെങ്കിലും സഹായം നമുക്ക് ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? തെറ്റിദ്ധരിക്കരുത്, ഇട്ടിരിക്കുന്നത് നല്ല കതറ, വടിവത്ത കതറിട്ടുകൊണ്ട് അല്പമാസങ്ങൾക്ക് പുറകിൽ KPCC-യുടെ പ്രസിഡന്റായിരുന്ന കണ്ണൂർ MP പറയുന്നു, ശാഖ ആക്രമിക്കാൻ CPM-കാർ വരുന്നുവെന്ന് കേൾക്കുമ്പോ ഉടുത്തിരിക്കുന്ന കതർമുണ്ട് അടിച്ചു മാറ്റി കാക്കി കളസവും എടുത്തണിഞ്ഞ് RSS-ന്റെ ശാഖയ്ക്ക് ഞാൻ കാവൽ കിടന്നു. ഇതായി 19-ലെ രണ്ടാമത്തെയാൾ. ഒന്നാമത്തെയാൾ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് ഇപ്പൊ മോഡിയെ സ്തുതിക്കുന്നു. രണ്ടാമത്തെയാൾ കണ്ണൂരിരുന്നു കൊണ്ട് RSS ശാഖയ്ക്ക് കാവൽ കിടക്കുന്നു. മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ MP സിവിൽ കോഡിന്റെ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞത് എന്താണ്? RSS-ന്റെ മുമ്പിൽ കോൺഗ്രസിന്റെ നിശബ്ദത കാണുമ്പോൾ എനിക്ക് ഭയമാണ്. വടകരയിലെ മറ്റൊരു പാർലമെന്റ് മെമ്പർ, റീൽസാണ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഇനം. അത് പ്രധാന ഇനമായി അഭിനയിച്ചുകൊണ്ട് നടന്ന കേരളത്തിലെ ഒരു നായക നടൻ ഇപ്പൊ രംഗത്തില്ല, ഇപ്പൊ വനവാസത്തിലാണ്. അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയാണ് വടകര MP. അദ്ദേഹമോ RSS എന്നൊരു വാക്ക് മിണ്ടില്ല. കുറുക്കൻ കണ്ണുകളോടുകൂടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത്. ഇതാണ് കേരളത്തിലെ 19ഓളം വരുന്ന ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിലെ പാർലമെന്റ് മെമ്പർമാർ. കർണാടകം മറ്റത്തൂർ നൽകുന്ന സന്ദേശം എന്താണ്? കർണാടകത്തിൽ ഇടതുപക്ഷം ഒരു ശക്തിയെയല്ല, പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനമേയല്ല, MP-മാരോ MLA-മാരോ അവകാശപ്പെടാൻ കഴിയുന്ന ക്യാബിനറ്റ് റാങ്ക് പദവിയോ ഒന്നുമില്ല. പക്ഷെ എന്താണ്? അവിടുത്തെ ഏറ്റവും ദരിദ്രരായ, നിസ്വരായ, സമൂഹത്തിലെ അധസ്ഥിതരായ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യന്മാരെ RSS-ന്റെ ബുൾഡോസർ രാജ് പോലെ കോൺഗ്രസ് വീടും സ്ഥലവും കക്കൂസും കിടപ്പറയും തകർത്ത് തരിപ്പണമാക്കി ഈ കൊടുംമഞ്ഞത്ത് പുറത്തെ കാട്ടിപ്പായിച്ചപ്പോ ആ യലഹങ്കയുടെ മണ്ണിൽ നിങ്ങളും ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പ്രഖ്യാപിച്ച അങ്ങോട്ടേക്ക് ആദ്യം പോയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് A. റഹീം MP-യാണ്. അല്ലേ? ആരുണ്ട്? മനസ്സിലാക്കണം. ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ നേരിടുമ്പോ ചോദ്യമതാണ്. ഏതു കാലയളവിലും മനുഷ്യ സമുദായത്തെ സംബന്ധിച്ച പ്രസക്തമായ ചോദ്യമതാണ്. എന്റെയും നിങ്ങളുടെയും അനുഭവങ്ങളിൽ നാടും മനുഷ്യ ജീവിതങ്ങളും പ്രതിസന്ധിയെ നേരിടുമ്പോൾ നമ്മളും ആരോടൊപ്പം നിലയുറപ്പിക്കും? അത് മറ്റത്തൂരിൽ 2025-ന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഉയർന്ന ചോദ്യമല്ല. ഇന്നയോളമുള്ള മനുഷ്യ ചരിത്ര വികാസ ഘട്ടത്തിന്റെ ഏതു ദശാസന്ധിയിലും ഉയർന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ ആരോടൊപ്പം? നിങ്ങൾ ഏതു ശൈലിയിൽ? നിങ്ങൾ ഏതു പക്ഷത്ത്? മാക്സിം ഗോർക്കി, CPFU-ന്റെ നേതാവ്, അമ്മയെന്ന വിശ്വോത്തര സാഹിത്യ സൃഷ്ടിയെ നമുക്ക് സംഭാവന ചെയ്ത സാഹിത്യകാരൻ. ഗോർക്കിയുടെ പ്രസിദ്ധമായ വാചകമാണ് 934 ഫാസിസ്റ്റ് വിരുദ്ധ മുന്നേറ്റത്തിന്റെ കാലയളവിൽ ഗോർക്കി ലോകത്തോട് ആദ്യമായി ചോദിച്ചു, ലോകമെങ്ങുമുള്ള സാഹിത്യ നായകരെ നിങ്ങളുടെ ചേരിയേത്? മഹാനായ EMS കേരളത്തിൽ എഴുതി. ജീവൻ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ സമ്മേളന ഘട്ടത്തിൽ സാഹിത്യ നായകന്മാരെ നിങ്ങളുടെ പക്ഷമേത്? കുട്ടിക്കൃഷ്ണമാരാർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്, പാണ്ഡിത്യത്തിൽ തെല്ലും കുറവുള്ളയാളല്ല. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെങ്കിലും പണ്ഡിതനായ, ലോകമെങ്ങുമുള്ള മലയാള സാഹിത്യ വിദ്യാർത്ഥികളുടെ ബൈബിളാണ് ഭാരത പര്യടനം. അതിന്റെ രചയിതാവായ മാരാർ പറഞ്ഞു, പക്ഷം പറയാൻ മനസ്സില്ല, കണ്ടപാട് നോക്കിക്കൊള്ളൂ. മറ്റത്തൂരും കർണാടകയും നമ്മൾ നേരിടുന്ന ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ പ്രത്യേകത എന്താണ്? വർഗീയതയും മതനിരപേക്ഷതയും ഏറ്റുമുട്ടുന്നു. വർഗീയതയും മതനിരപേക്ഷതയും ഏറ്റുമുട്ടുമ്പോൾ ഞാനും നിങ്ങളും ആരോടൊപ്പം നിലയുറപ്പിക്കും? ഏതു ചേരിയിൽ നിലയുറപ്പിക്കും? ഏതു പക്ഷത്ത് ചവിട്ടി നിൽക്കാം? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മുമ്പിലോ അതാണ് യലഹങ്കയിലേക്ക് പോയ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ, അവരുടെ ശബ്ദം, അവരുടെ സാന്നിധ്യം, അത് നൽകുന്ന സന്ദേശം നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇന്നലെ ഈ കോൺഗ്രസ് നേതാക്കന്മാർ തിരികെ ചോദിക്കുന്നു, കർണാടക വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി പ്രതികരണം നടത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി കർണാടകയുടെ കാര്യത്തിൽ ഇടപെടേണ്ട. ഇതാണ് കോൺഗ്രസ് നേതാവിന്റെ തിരികെയുള്ള പ്രതികരണം. എന്താ പ്രത്യേകത? പ്രത്യേകത ഇത്രയേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാത്രമല്ല, ഞാൻ ചെറുകാടിന്റെ വാചകം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എന്റെ മുരിങ്ങാമരച്ചോട്ടിൽ നിന്നിട്ട് നക്ഷത്രങ്ങളെ കാണണം. മറ്റത്തൂരിൽ നമ്മുടെ വീട് നിറയത്തിരുന്നുകൊണ്ട് നിങ്ങൾ ലോകത്തിലേക്ക് നോക്കാം. ഈ സമീപ പ്രദേശങ്ങളിൽ സാധാരണക്കാർ, പാവങ്ങൾ ആട്ടിയോടിക്കപ്പെടുമ്പോൾ ആട്ടിയോടിക്കപ്പെട്ട മനുഷ്യരെ കാണാൻ ഒരു കോൺഗ്രസും ഒരു ലീഗും ഒരു SDP-യും ഒരു ജമാഅത്തെ ഇസ്ലാമിയും ഒരു RSS-ഉം ചെന്നില്ല. നിങ്ങൾ പരിശോധിച്ചു നോക്കാം. 48 മണിക്കൂറിനിടയിൽ സംഭവിച്ചത് കർണാടകയിലോ യലഹങ്കയിലോ ബാംഗ്ലൂരിലോ എവിടെയുമാവട്ടെ 3000-ഓളം വരുന്ന പരമദരിദ്രന്മാരെ ഒറ്റ രാത്രി കൊണ്ട്
ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് കളയുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആരോരുമില്ലാത്ത നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇന്ത്യയിൽ ആകെ ഒരു മുഖ്യമന്ത്രിയുണ്ട്. ആ മുഖ്യമന്ത്രിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ എന്ന് 48 മണിക്കൂർ തെളിയിക്കപ്പെട്ടില്ലേ? ആ ശബ്ദത്തെ തുടർന്ന് എന്ത് ചെയ്തു? അതുവരെ മൗനിഭാവയായിരുന്ന കർണാടകയിലെ യോഗിയാണോ എന്ന് സംശയിക്കാൻ കഴിയുന്ന സിദ്ധരാമയ്യ പറഞ്ഞു, ഞങ്ങൾ ഇവർക്കെല്ലാം കമ്പിളി പുതപ്പ് കൊടുക്കും, ഇവരെ ഞങ്ങൾ പുനരധിവസിക്കുന്ന കാര്യം പരിഗണിക്കും. ഇല്ലേ? ജീവിതത്തിന്റെ അനുഭവങ്ങൾ രാഷ്ട്രീയത്തെ വിലയിരുത്തും. അവിടെ ഏറ്റുമുട്ടിയത് ആരാണ്? സംഭവിച്ചത് ഇളയെങ്കിലെങ്കിലും ഏറ്റുമുട്ടിയത് വർഗീയതയും മതനിരപേക്ഷതയുമാണ്. നമ്മൾ കോൺഗ്രസിനെ കണ്ടില്ല, ലീഗിനെ കണ്ടില്ല, ജമാഅത്തെ ഇസ്ലാമി, SDP, RSSനെ കണ്ടില്ല. അവിടെ നിന്ന് മറ്റത്തൂരിലേക്ക് വന്നാലോ, ഇവിടെയും ഈ ഭരണസമിതി തെരഞ്ഞെടുപ്പാനന്തരം ഏറ്റുമുട്ടുന്നത് ആരാണ്? LDF എന്ന നിലയിൽ മാത്രമാണ്. നിശ്ചയമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായി, കക്ഷി രാഷ്ട്രീയമായി നമ്മൾ മത്സരിച്ച് വിജയിച്ച 10 പ്രതിനിധികളുടെ അഭിമാനാർഹമായ ഭൂരിപക്ഷത്തോടുകൂടെ മറ്റത്തൂരിനെ നയിക്കാൻ മറ്റത്തൂരെ ജനങ്ങൾ ഭൂരിപക്ഷത്തോടുകൂടെ തെരഞ്ഞെടുത്തത് LDFനെയാണ്, തർക്കമില്ല. പക്ഷെയോ ആടിന്റെ മുമ്പിൽ പച്ചില കാട്ടുമ്പോൾ ആട് പുറകെ പോകുന്നത് പോലെ മറ്റത്തൂരിലെ RSS ഇട്ടുകൊടുത്ത നാണയത്തൊട്ടും പദവിയും കാണുമ്പോൾ ആട് പച്ചിലയുടെ പുറകെ പോകുന്നത് പോലെ പോയി മറ്റത്തൂരിലെ 8ഓളം വരുന്ന കോൺഗ്രസ് മെമ്പർമാർ. അത് പോയത് എന്ത് പ്രശ്നമാണ്? അതൊരു LDF UDF പ്രശ്നം മാത്രമല്ല. അതെന്താണ്? അത് മറ്റത്തൂര് മണിപ്പൂരും ഗുജറാത്തും അഹമ്മദാബാദും യലഹങ്കയും മുസാഫറും പോലെ ആകണോ? കാരണം എന്താണ്? മറ്റത്തൂരെ വർഗീയതയും മതനിരപേക്ഷതയും തമ്മിലുള്ള പ്രശ്നമാണ്. അതിൽ കോൺഗ്രസുകാർ, അന്തസ്സുള്ള കോൺഗ്രസുകാരുണ്ട്. ഈ 8 പേരെ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് RSSനെതിരെ വോട്ട് ചെയ്തവരുണ്ടായിരിക്കാം. നമുക്ക് അവരോട് ആക്ഷേപമില്ല. നിങ്ങൾ RSS ആകാൻ വേണ്ടിയിട്ടല്ലായിരിക്കാം കൈപ്പത്തിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവുക. അവരടങ്ങുന്ന മറ്റത്തൂര് മതവർഗീയ കലാപങ്ങളുടെ നാടായി മാറാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന മറ്റത്തൂരെ മതനിരപേക്ഷ ചേരിയോട് നമ്മളോട് വിയോജിപ്പുണ്ടായിരിക്കാം. CPIMന്, ഇടതുപക്ഷത്തിന് ജീവിതത്തിൽ വോട്ട് ചെയ്യാൻ വിമുഖതയും രാഷ്ട്രീയ വിയോജിപ്പും പ്രയാസവുമുള്ള ആളുകൾ കോൺഗ്രസിലുണ്ടായിരിക്കാം. പക്ഷെ അവരടങ്ങുന്ന നമ്മളോട് വിയോജിപ്പുള്ള, എന്നാൽ മതവിശ്വാസത്തിന്റെ പേരിൽ എന്റെ അരികിലോ അകലെയോ ഉള്ള ഒരാളുടെ ജീവനും രക്തവും ഈ മറ്റത്തൂരിന് മണ്ണിൽ വീഴാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന കോൺഗ്രസിൽ ഉൾപ്പെടെയുള്ള മതനിരപേക്ഷവാദികളോടാണ് നമ്മുടെ ചോദ്യം. വർഗീയതയും മതനിരപേക്ഷതയുമാണ് മറ്റത്തൂർ ഏറ്റുമുട്ടാൻ വേണ്ടി പോകുന്നത്. വർഗീയതയും മതനിരപേക്ഷതയും മറ്റത്തൂരിൽ ഏറ്റുമുട്ടുമ്പോ നിങ്ങളും ആരോടൊപ്പം നിലയുറപ്പിക്കും? കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ താമരയിൽ മെമ്പർമാരായി മാറുന്ന കോൺഗ്രസിന് വോട്ട് ചെയ്യുമോ? അതോ തെരഞ്ഞെടുക്കപ്പെട്ട 10 പേരും ഇടതുപക്ഷത്തോടൊപ്പം UDFനെതിരെ പണത്തിന്റെയും പദവിയുടെയും പുറകിൽ പോകാത്ത 10+1 വരുന്ന 11 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ പർവ്വത സമാനമായ ഇച്ഛാശക്തി ഉയർത്തിപ്പിടിക്കുന്ന മറ്റത്തൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമോ നിങ്ങൾ ആരോടൊപ്പം നിലയുറപ്പിക്കും? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. മതനിരപേക്ഷതയുടെ വിളനിലമായി പണത്തിന്റെയും പദവിയുടെയും പുറകെ പോകാത്ത, അതിന്റെ മേൽ വിലക്കെടുക്കപ്പെടുന്ന യൂദാസുമാരാകാത്ത നല്ലൊരു മറ്റത്തൂരാണ് ഇവിടെ നിലനിൽക്കേണ്ടതെങ്കിൽ, ഇവിടെ ഉയർന്നു വരേണ്ടതെങ്കിൽ നിശ്ചയമായും കൈപ്പത്തിക്ക് താൽക്കാലികമായി വോട്ട് ചെയ്ത മറ്റത്തൂര് 100 കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഉൾക്കൊള്ളുന്ന മറ്റത്തൂരിന്റെ വിശാല മതനിരപേക്ഷ ചേരി ആർക്ക് വോട്ട് ചെയ്യേണ്ടതായിട്ട് വരും? RSS ആയി മാറാൻ സാധ്യതയില്ലാത്ത, ഏതു കൊടുങ്കാറ്റിലും ഇളകാത്ത, ഏത് പദവിയും ഏത് പണത്തൂക്കത്തിനും മുമ്പിൽ നട്ടല് വളയാതെ ശിരസ് കുനിയാതെ വളയാതെ നിൽക്കുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഇന്ത്യൻ പ്രതീകമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തകർക്ക് മറ്റത്തൂരിന്റെ മതനിരപേക്ഷ ചേരി വോട്ട് ചെയ്യേണ്ടതായി വരും. അതാണ് നമ്മുടെ നാട് കാണേണ്ടത്. ഈ രാഷ്ട്രീയം തുടരേണ്ടതുണ്ടോ? നമ്മുടെ നാട്ടിലും സമീപത്തും ഉണ്ടാകുന്ന ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട് വിധിയെഴുതട്ടെ. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. വർഗീയത എതിരിട്ട് വരുന്ന ഏതു ഘട്ടങ്ങളിലും വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ ഇതിഹാസ സമാനമായ ഇച്ഛാശക്തിയോടുകൂടെ മറ്റത്തൂരിനും തൃശ്ശൂരിനും കേരളത്തിനും കാവൽ നിൽക്കാൻ ആര്? ഇതാണ് ഉയർന്നു വരുന്ന ചോദ്യം. ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ
ദാർശനികമായി പ്രത്യയശാസ്ത്രപരമായി മാത്രമല്ല ജീവിതത്തിൽ ജനജീവിതങ്ങളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ നാട് വിധിയെഴുതട്ടെ. നിങ്ങൾ പരിശോധിക്കുക, ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ സന്ദർഭവശാൽ കണക്കെടുത്തു. കേരളത്തിലാകമാനം BJPയെ നേരിടാൻ കോൺഗ്രസിനാണോ കഴിഞ്ഞത് അതോ ഇടതുപക്ഷത്തിനാണോ കഴിഞ്ഞത്? ഇതൊന്നും മനോരമയും മറ്റു മാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കില്ല. എന്തായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷമുള്ള ജനപതികളുടെ പ്രത്യേകത എന്താണ്? കേരളത്തിലെമ്പാടും 1445 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക്, BJPക്ക്. അതിൽ 845 സീറ്റിലും RSSന് നേർക്കുനേരെതിരിട്ടത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. 54 ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളുണ്ട് കേരളത്തിൽ RSSന്. 54-ൽ 34 സീറ്റിലും BJPയെ നെഞ്ചുറപ്പോടുകൂടെ നേരിട്ടത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. 93 കൗൺസിലർ സീറ്റുകൾ കോർപ്പറേഷനുകളുണ്ട് കേരളത്തിലാകെ BJPക്ക്. ആ 93 കോർപ്പറേഷൻ കൗൺസിൽ സീറ്റുകളിലും 63-ലും RSSനെ നെഞ്ചുറപ്പോടുകൂടെ നേരിട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. എന്ന് വെച്ചാൽ ആ സ്ഥലങ്ങളിലാകെ വോട്ട് മറിച്ചു കൊടുത്ത് 3ാം സ്ഥാനത്തായി RSSനെ വിജയിപ്പിച്ചത് മറ്റത്തൂരിൽ എന്നുള്ളത് പോലെ കേരളത്തിലാകെയും കോൺഗ്രസ് ആണ് എന്ന് കാണുവാൻ വേണ്ടി കഴിയും. അവിടെയാണ് വർഗീയതയ്ക്ക് മുമ്പിൽ കീഴടങ്ങാത്തവരാര്, നട്ടല് വളയ്ക്കാത്തവരാര്, ശിരസ് പിടിക്കാത്തവരാര് എന്നതിനെ സംബന്ധിച്ചുള്ള വോട്ട് വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്ക് വെളിവാക്കപ്പെടുന്നത് ഈ സ്ഥലങ്ങളിലാകെ വർഗീയതയെ ജീവൻ കൊടുത്ത് പ്രതിരോധിക്കാനുള്ള കരുത്തുമായിട്ടാണ് ഇടതുപക്ഷം മുമ്പിലേക്ക് പോയത്. ഇതിന്റെ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. ഇത് കേരളത്തിലെ മാത്രം അനുഭവമാണ്. മഹാരാഷ്ട്രയിൽ വിനോദ് നിക്കോളയെ സംബന്ധിച്ച വിനോദ് നിക്കോളെ പട്ടികവർഗ വിഭാഗത്തില് മണ്ഡലത്തിൽ വിജയിച്ചു വന്ന CPIMന്റെ MLA ആണ്. എന്തായിരുന്നു പ്രത്യേകത? മഹാരാഷ്ട്രയിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ RSSും കോൺഗ്രസും മത്സരമായി ശതകോടികൾ ഒഴുകിയിറങ്ങി. റിസോർട്ടുകളിൽ, ഗ്രാൻഡ് ഹയത്തിലും മറ്റിടങ്ങളിലുമൊക്കെ തമ്പടിച്ചു കോൺഗ്രസും BJP അടങ്ങുന്ന MLAമാരെ ഒളിപ്പിച്ച് പാർപ്പിച്ചു. ഹിന്ദുവിന്റെ അന്നത്തെ ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ പറയുന്നത് എന്താണ്? 610 കോടി രൂപയാണ് അമിത്ഷാ അന്നൊരു കോൺഗ്രസ് MLAക്ക് വാഗ്ദാനം ചെയ്തത്. അപ്പോഴോ നമുക്കൊരു MLA ഉണ്ട്. നമ്മുടെ MLA എവിടെയാണ്? അദ്ദേഹം സൈക്കിളിൽ, അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ഒരു അംഗനവാടി ജീവനക്കാരിയാണ്. അവരെ അവരുടെ അംഗനവാടിയിൽ ഇറക്കി നാസിക്കിലെ വില്ലേജ് ഓഫീസിന് മുമ്പിൽ കർഷക തൊഴിലാളികളുടെ സമരം ഉദ്ഘാടനം ചെയ്യാൻ സൈക്കിളിൽ പോകുകയാണ് CPIMന്റെ ഒരു MLA. ഇത് ഹിന്ദു ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളുടെ പത്രാധിപ സംഘം അത്ഭുതപ്പെട്ടു. കാരണം എന്താണ്? ആ സമയത്ത് മഹാരാഷ്ട്രയിൽ ഒരു MLAയുടെ വില 600 കോടിയാണ്. താമസിപ്പിക്കുന്നതോ ഒളിച്ചു താമസിപ്പിക്കുന്നത് ഗ്രാൻഡ്